നമസ്കാരം സുഹൃത്തുക്കളെ. നിലമ്പൂരിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്ന കൊലപാതകം അറിയാത്തവരായ ഒരു കേരളീയരുമില്ല. അത് ഒരു എപ്പിസോഡിലോ രണ്ട് എപ്പിസോഡിലോ ഒന്നും തീർക്കാൻ പറ്റുന്ന ഒരു വിഷയവുമല്ല. കാരണം രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണത്. അതായത് പലപ്പോഴും ഈ പറയുന്ന മരുമോളും അമ്മായിമ്മയും തമ്മിൽ വളരെ അധികം ഉള്ള പ്രായ അന്തരം ഉണ്ടാവാറുണ്ട്. അവർ തമ്മിലുള്ള ജീവിത സാഹചര്യങ്ങളിലുള്ള വ്യത്യാസം ഒരു പരിധി വരെ ഇതിന് കാരണമാണ്. അതേപോലെ തന്നെ പലപ്പോഴും എനിക്കതിനകത്ത് ആദ്യം പറയാനുള്ളൊരു കഥയെന്ന് പറയുന്നത്, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്. അപ്പം ഞാനും അമ്മായിമ്മയുമായിട്ട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലരോടും പറഞ്ഞപ്പം എന്നോടൊരു തലമുതിർന്ന ഒരു ചേച്ചി പറഞ്ഞത് ഒരു ഉപദേശം, അതായത് നിന്നോടിപ്പോൾ അവർ ചെയ്യുന്നത്, നിനക്ക് രണ്ട് ആമ്പിള്ളാരില്ലേ, നിൻ്റെ മക്കൾ കേട്ടി വരുമ്പോൾ നീ അവരോടങ്ങ് ചെയ്താൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാനത് ചെയ്യത്തില്ല. കാരണം ഞാനങ്ങനെ ചെയ്യുമ്പം വിഷമിക്കുന്ന എൻ്റെ മക്കളും കൂടിയാണ്. എൻ്റെ മക്കളെ ഞാൻ ഒരു വിധത്തിലും ഞാനായിട്ട് എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ വിഷമിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് തന്നെ ഞാൻ മറുപടി പറഞ്ഞു. അന്ന് അത് കേട്ടിട്ട് ഞാൻ കുറച്ചൊന്ന് ആലോചിക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ മക്കളോട് അതായത് എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണോ അതിനകത്ത് വിഷമിപ്പിക്കുന്നത്, അതേപോലെ തന്നെയാണ് എൻ്റെ മക്കൾ വിഷമിക്കുന്നത്. പക്ഷേ അവർ വിഷമിക്കാനുള്ള ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് അന്നേ ഞാൻ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജോലി മേടിച്ചോളൂ, നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾ എവിടെയെങ്കിലും സുഖമായിട്ട് എൻ്റെ കൂടെ താമസിച്ചിനി. ഇപ്പം നമ്മൾ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയാൽ അത് അവർക്കൊരു വിഷമമാകണ്ട എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ അല്ലാതെ എനിക്കവരെ ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് ആരും വിചാരിക്കരുത്. എനിക്ക് ഉൾക്കൊള്ളാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേങ്കിൽ അവർക്ക് അവരുടെ സൗകര്യത്തിനും സ്വാതന്ത്ര്യത്തിനും അവർക്ക് കഴിയാൻ വേണ്ടി നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് വീട് വെച്ച് താമസിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്. അവർക്ക് ഒറ്റ മകനേ ഉള്ളൂ. പക്ഷേ അവർ കല്യാണം കഴിച്ച ആ സമയത്ത് തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അവർ തൊട്ടടുത്തൊരു വാടക വീടെടുത്ത് അവർക്ക് നൽകുകയാണ് ഉണ്ടായത്. വളരെ വളരെയധികം സ്വാഗതമർഹമായ ഒരു കാര്യം തന്നെയാണ്. കാരണം രാവിലെ അവർ എഴുന്നേക്കുന്നു, ഹായ് മമ്മി, ഹായ് ഡാഡാ എന്ന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നു. അവരൊരു പ്രശ്നമില്ല, അവരുടെ കാര്യങ്ങൾക്ക് പോകുന്നു, ഇവരുടെ കാര്യത്തിന് പോകുന്നു, ഒരു വിഷയമില്ല. സ്നേഹമായിട്ട് തന്നെ നിൽക്കുന്നു. ആ സ്നേഹമായി തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മക്കളോട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു ടീച്ചറാണ്. ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ എന്നോട് ഇങ്ങനെ കഥകളൊക്കെ ഒരുപാട് പറയുന്ന കൂട്ടത്തിൽ ഇതുപോലെ അമ്മായിയമ്മയെക്കുറിച്ച് വളരെ വിഷമമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇത് ആരോടും പറയാൻ പറ്റത്തില്ല, ചേട്ടനോട് പറഞ്ഞാൽ പുള്ളിയുടെ അമ്മയല്ലേ, പുള്ളി അതിനപ്പോഴത്തേക്ക് മോന്തേ വിറിപ്പിച്ച് നമുക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയുമെങ്കിലും ചെയ്തെങ്കിൽ നമ്മുടെ വിഷമം മാറും എന്നിങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ ഞാൻ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ആ നാട്ടിൽ ഏറ്റവും പരദൂഷണമുള്ള ചേച്ചി ആരാന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരുടെ പേര് പറഞ്ഞിട്ട് ചേട്ടനോട് പറയുക, ചേട്ടന് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ ആ ചേച്ചിയോട് ഇതെല്ലാം പോയി പറയും. അവർ കേൾക്കും, അവർ ഈ നാട്ടിൽ മുഴുവൻ പാട്ടാകും. അപ്പം വളരെ പ്രൗഢിയിൽ കഴിയുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർക്ക് അത് വളരെ മോശം ആവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സാർ ഇതിരുന്ന് കേൾക്കും. അതുകൊണ്ട് ടീച്ചർ അങ്ങനെ ഒരു ഡയലോഗ് ഇട്ട് നോക്കി, എന്നിട്ട് എന്താ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അത് നല്ലൊരു ഐഡിയ ആണ്, ഞാൻ ഇന്ന് തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. കാരണം നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കണമല്ലോ. ഒരു വെറുതെക്കാരുടെ മുമ്പിൽ ഇറക്കി വെക്കുന്നത് നമുക്കിതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ആളുടെ അടുത്ത് ഇറക്കി വെക്കുമ്പോഴല്ലേ നമുക്കതിൻ്റെ ഒരു സമാധാനവും അതിനൊരു പോംവഴിയൊക്കെ കിട്ടാൻ സാധിക്കുള്ളൂ. കാരണം അവരുടെ വീട്ടിൽ സാഹചര്യം എന്താ ഇവർ പറയുന്നതും അവർ പറയുന്നതും കേട്ടെങ്കിലേ നമുക്ക് അതിനൊരു തീരുമാനം എത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത് രണ്ടും അറിയാവുന്ന ഒരാളോട് പറയുമ്പോഴല്ലേ നമുക്ക് അതിനൊരു മറുപടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട്, ഇത് രണ്ട് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരുപാട് വ്യത്യാസം ഉള്ള അമ്മായിമ്മയും മരുമക്കളും വരുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ വ്യത്യാസം. പിന്നെ ഈ ആൺമക്കൾ മാത്രം അല്ലെങ്കിൽ ഒറ്റപുത്രനായിട്ടൊക്കെ വളർത്തിയവർക്ക് അവർക്ക് കുറച്ച് സെൽഫിഷ്നെസ് കൂടുതലായിരിക്കും. ഇന്നലെ വരെ ഞാനായിരുന്നു അവൻ്റെ സ്വന്തം. ഇപ്പം പെട്ടെന്നൊരു പെണ്ണ് വന്നപ്പോൾ അങ്ങനെ പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ പേരുണ്ട്. ഇതൊന്നും ഞാൻ ന്യായീകരിക്കുകയല്ല, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്, നാട്ടു നടപ്പുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ മാറ്റാൻ ഒരൊറ്റ വഴിയെ ഞാൻ നോക്കിയിട്ട് കാണുന്നുള്ളൂ. കല്യാണം കഴിക്കുമ്പോഴേ ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് കേൾക്കാം. അവരെ അവരുടെ വഴിക്ക് വിടുക. അവരെവിടെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുന്നത്, നിൻ്റെ വണ്ടി, നിൻ്റെ വീട്, നിൻ്റെ ഭാര്യ, ഇതെല്ലാം നിൻ്റെ ജോലിയെ മാത്രം ആശ്രയിച്ചാണ്. അപ്പോൾ അതൊക്കെ എത്ര വലുത് വേണോ, എത്ര നല്ലത് വേണോ, അത് നീ തന്നെ നിൻ്റെ ജോലി അതനുസരിച്ച് മേടിച്ചോ, അതനുസരിച്ചായിരിക്കും നിൻ്റെ കല്യാണം നടക്കുക. അല്ലാതെ ഞങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നും കണ്ടിട്ട് നിങ്ങൾ അതിനൊന്നും മുതിരരുതെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ രീതിയിൽ നമ്മൾ പിള്ളേരെ വളർത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ, എന്ന് വെച്ചാൽ ഇത് കേട്ട് എല്ലാ പിള്ളേരും മാറുന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇതുകൊണ്ട് ഈ പറഞ്ഞ ലോകത്ത് എല്ലാ അമ്മായിമാരും മരുമക്കളും നന്നാവും എന്ന വിശ്വാസമില്ല. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഒരു ചെറിയൊരു നീക്കം ഇതാണ്. ഞാൻ എപ്പോഴും അവരോട് പറയുന്നത്, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ, പക്ഷേ എനിക്കതൊരു മുറി തരണം കേട്ടോ. വല്ലപ്പോഴും എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ മക്കളെ ഒന്ന് കാണണം, അല്ലെ എൻ്റെ മക്കളുടെ കൂടെ 2 ദിവസം വന്ന് നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം തോന്നുമ്പോൾ എനിക്ക് നിങ്ങളോട് വന്ന് നിൽക്കാൻ എനിക്കൊരു മുറി അവിടെ ഉണ്ടാവണേ എന്ന് ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. കാരണം അതെൻ്റെ ഒരു ആഗ്രഹമല്ലേ. ഇത്രയും കാലം നമ്മൾ
ഞാനിപ്പോൾ എന്നെ മക്കളെ വളർത്തുമ്പോൾ മനസ്സിലാവുന്നു ഞാൻ എത്രമാത്രം ത്യാഗം സഹിച്ചിട്ടാണ് എൻ്റെ മക്കളെ ഞാൻ വളർത്തുന്നത്. അതായത് പഠിക്കാനാണെങ്കിലും നീ പഠിച്ചില്ലെങ്കിൽ അവരെ അടിച്ച് തല്ലി പഴിപ്പിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മാർക്ക് മേടിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്ത് നമ്മുടെ ഈ മാതാപിതാക്കളുടെ ഒരു ജീവൻ്റെ ഒരു 80%, ഞാൻ വിചാരിക്കുന്നു 80% നമ്മൾ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവരെ വലുതാക്കുന്നത്. പെൺകുട്ടികളുടെ കാര്യം കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം ഒരുപാട് പ്രതീക്ഷകൾ നമുക്കും ഉണ്ടാകും. ആ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ മക്കൾ നിൽക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ വിഷമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു സമയത്ത് അവർ മറ്റൊരാളുടേതാവേണ്ടതാണെന്ന് ചിന്തിക്കുകയും അവരെ മറ്റൊരു വീട്ടിലേക്ക് അവർ സ്വന്തമായിട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത് നമുക്ക് ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ സാധിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിന് സാഹചര്യമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് നമുക്ക് ഒന്നും പറയാനായിട്ട് സഹായിക്കില്ല. കാരണം പരസ്പരം നിങ്ങൾ സ്നേഹിച്ചു പോകൂ എന്ന് നമുക്കിവിടെ നിന്ന് വെളിയിൽ നിന്ന് വിളിച്ചു പോവുകയല്ലാതെ ഈ പറഞ്ഞ പോലെ അവരുടെ വീട്ടിൽ ചെന്ന പ്രശ്നം പരിഹരിക്കാനൊന്നും നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളേ അല്ല. പക്ഷേങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന് മുമ്പ് പോംവഴി കണ്ടെത്തുക എന്നുള്ളതാണ്. അത് ആദ്യമേ സ്വരച്ചേർച്ച ഇല്ലാതാവുമ്പോഴത്തേന് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക എന്നൊരു പരിപാടി നമ്മൾ പണ്ടുള്ളവർ പറയുമല്ലോ. അതായത് സ്വരം നല്ലപ്പോഴേ അത് നിർത്താനുള്ള എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാവാനുള്ളതേ ഉള്ളൂ. കാരണം ഈ പറയുന്നത് കേട്ടിട്ട് 2 പേരുടെ അതായത് മരുമോളെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, അമ്മായിയെയും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം 2 പേരെയും അറിയാവുന്ന ആൾക്കാരുടെ ഈ വോയിസ് മെസ്സേജസ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ത്രീയുടെ ഭാഗത്തും തെറ്റുണ്ട്. ഈ പെണ്ണ് പിണങ്ങി പോയിട്ട് വീണ്ടും തിരിച്ചു വന്നതേ ഉള്ളൂ. എന്നിട്ടാണ് ഈ കൊലപാതകം നടന്നത്. ഇവർക്ക് ഈ പറഞ്ഞ ഷുഗർ പേഷ്യൻ്റ് ആണ്. അവർക്ക് വെള്ളം കുടിച്ചില്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം നമുക്ക് ഇവരെ 2 പേരെയും പിന്നെ ചിലർ ഈ പെണ്ണിനെ സപ്പോർട്ട് ചെയ്യുന്ന വരുന്നവരെ അമ്മായിമ്മമാരും കുറേ പേര് വന്ന് അവരെ ചീത്ത പറയുന്നുണ്ട്. തള്ളെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ പോലെ കൊലപാതകത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞ് അങ്ങനെ ഒന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 2ഉം തെറ്റ് തന്നെയായിരുന്നു. കാരണം ഇത് അതിജീവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ഭീകരത മനസ്സിലാവൂ എന്ന് ആണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ അറിഞ്ഞും ഇപ്പം എൻ്റെ ജീവിതത്തിൽ കൂടെയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആ ജീവിതത്തിൽ കൂടെയാണെങ്കിലും നമ്മളിത് സ്വയം അനുഭവിച്ചെങ്കിൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. വെളിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു തരത്തിലും ഇത് കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാത്ത ഒരാൾക്കും ഇതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ കാണുന്ന ഒരു കാര്യമേ. അതായത് കാലാകാലങ്ങളായി നടന്നു വരുന്ന എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കല്യാണം എന്ന് തുടങ്ങിയോ അന്ന് തൊട്ടേ നടന്നു വരുന്ന ഒരു കലാപരിപാടിനെ അമ്മായിയമ്മ മരുമോൾ പോരെന്ന് പറഞ്ഞു തന്നെ 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ അങ്ങനെ കണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, 10 അമ്മ ചമഞ്ഞാലും പെറ്റമ്മ ആവില്ല അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞ പോലെ എത്രയാണെങ്കിലും. പക്ഷേ നമ്മുടെ ഈ ന്യൂജൻ കാലത്ത് കൂട്ടുകാർ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ അമ്മയെക്കാളും എനിക്കിഷ്ടം എൻ്റെ അമ്മായിയമ്മയാണെന്ന് പറയുന്ന എത്രയോ പെൺകുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് അവർ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ ഇവിടെ പോകാനും എന്ത് ചെയ്യാനും എന്ത് വേഷം ധരിക്കാനും എന്തൊക്കെ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അമ്മായിയമ്മമാർ ഇപ്പം നിലവിലുണ്ട്. അവരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല. എനിക്ക് എൻ്റെ അമ്മയെക്കാട്ടിലും എനിക്കിഷ്ടം എൻ്റെ അമ്മായിയമ്മയാണെന്ന് പറഞ്ഞ എത്രയോ പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ അതൊന്നും എല്ലായിടത്തും ഇങ്ങനെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവർക്ക് മാത്രമേ അവരുടെ പ്രശ്നങ്ങൾ അറിയുകയുള്ളൂ. പക്ഷേ അതിന് ഞാൻ കണ്ട എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്ത ഒരു തീരുമാനം മാത്രമാണിത്. പലർക്കും സാഹചര്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് വേണ്ടെന്ന് വെക്കാം. കാരണം നമ്മുടെ മക്കൾ സന്തോഷമായിട്ടിരിക്കുക, നമുക്കും സന്തോഷമായിട്ടിരിക്കണം. അതായത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്കും ഇഷ്ടമില്ലാതെ വരും. എൻ്റെ സന്തോഷം മാത്രമല്ല, ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടമില്ലാതെ വരും. അത് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ അംഗീകരിച്ചാൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല, അല്ലെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ല. അപ്പോൾ അത് ആ ഒരു എന്താണ് ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു വഴി, ഞാൻ പിള്ളേരോട് എപ്പോഴും പറയുന്ന എൻ്റെ മാർഗ്ഗമാണിത്. അതേപോലെ തന്നെ നമ്മളൊരു അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു റീല്, ഭയങ്കര രസകരമായ ഒരു റീൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഈ പറഞ്ഞ പോലെ അടുത്ത വീഡിയോ പറയാം.